പാകിസ്ഥാനെതിരെ നടക്കുന്ന 3 മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കൻ ടീം രണ്ടാം മത്സരത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് അവർ പരാജയപ്പെട്ടിരുന്നു. രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ ഇതാ 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ടീം. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ദക്ഷിണാഫ്രിക്ക ഏകദിനത്തിൽ നിന്ന് വിരമിക്ക പ്രഖ്യാപനം നടത്തി പിന്നീട് ടീമിലേക്ക് മടങ്ങി വന്ന അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്വിന്റൺ ഡീകോക്കിന്റെ മടങ്ങിവരവ് അദ്ദേഹം ഗംഭീരമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ രണ്ടാം മത്സരത്തിൽ കിഡിലൻ സെഞ്ചുറി നേടിക്കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വിജയ തീരത്ത് എത്തിച്ചിരിക്കുകയാണ് ക്വിന്റൺ ഡീകോക്ക്. ഈ ഒരു മത്സരത്തിൽ 119 പന്തുകളിൽ നിന്നും 7 സിക്സറുകളും അതുപോലെ 8 ഫോറുകളും അടിച്ചുകൊണ്ട് 123 റൺസാണ് ക്വിന്റൺ ഡീകോക്ക് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആകട്ടെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 269 റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി 10 ഓവറുകൾ ബാക്കി വെച്ചുകൊണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 270 റൺസാണ് നേടിയത്. അതിൽ ക്വിന്റൺ ഡീകോക്കിന്റെ സെഞ്ചുറി പ്രകടനം തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കയെ വിജയ തീരത്ത് എത്തിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണറായ പെറ്റോറിയസ് 46 റൺസും ടോണി ഡിസോയ്സ് 76 റൺസുമാണ് നേടിയത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബെർഗന്റെ മികച്ച ഒരു ബൗളിംഗ് തന്നെയാണ് കണ്ടത്. ആ ഒരു ബൗളിംഗ് പ്രകടനത്തിൽ പാകിസ്ഥാന്റെ മുൻനിര ബാറ്റിംഗ് നിരയെല്ലാം തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. പാകിസ്ഥാന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് സൽമാൻ അലി ആഹയാണ്. 69 റൺസാണ് താരം നേടിയത്. അതേസമയം പാകിസ്ഥാന്റെ സൂപ്പർ താരങ്ങളായ ബാബർ അസമിനും മുഹമ്മദ് റിസ്വാനും ഈ ഒരു മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. ബാബർ അസം 11 റൺസിനും പുറത്തായപ്പോൾ മുഹമ്മദ് റിസ്വാൻ 4 റൺസാണ് താരത്തിന് നേടാൻ കഴിഞ്ഞത്. എന്തായാലും 3 മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പര ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക രണ്ടാം മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഒപ്പത്തിന് പിടിച്ചിരിക്കുകയാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.